നോമ്പുകാല ധ്യാനം. വിശുദ്ധിയുടെ വീണ്ടെടുപ്പ് കാലമാണ് നോമ്പുകാലങ്ങൾ. ഈ നോമ്പുകാലത്ത് വിശുദ്ധി നമുക്ക് വീണ്ടെടുക്കണമെങ്കിൽ പരാജിതരെ ചങ്കോട് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. മുളയ്ക്കാതെ പോയ വിത്തിനെല്ലാം പറയാനൊരു കഥ മാത്രമേ ഉള്ളൂ. വേരിറക്കാൻ ഭൂമി ഞങ്ങൾക്ക് നെഞ്ചും വിരിമാറും നൽകിയില്ല എന്ന്. ലോകം വിജയിച്ചവൻ്റെ പിന്നാലെ പോകുമ്പോൾ പരാജിതൻ്റെ വേദന അറിയാൻ വല്ലപ്പോഴുമൊന്ന് പരാജയപ്പെടുന്നത് നല്ലതാണ്. വെറുതെ ആ രാത്രി ഓർമ്മയിലേക്ക് വീണ്ടും വരുന്നു. അവർ 12 പേരും ആ അത്താഴമേശയിലുണ്ട്. ക്രിസ്തു എന്ന അമ്മത്തണലിലാണ് അവർ തലചായ്ച്ചിരുന്നത്. പ്രിയ ശിഷ്യൻ ആ നിമിഷങ്ങളെ എത്ര സുന്ദരമായാണ് വർണ്ണിച്ചിരിക്കുന്നത്. അവൻ ക്രിസ്തുവിൻ്റെ നെഞ്ചിൽ ചാരി മയങ്ങിയെന്നാണ് തിരുവെഴുത്ത്. സത്യത്തിൽ ക്രിസ്തുവിൻ്റെ നെഞ്ചിൽ, അവൻ്റെ ആശ്വാസത്തണലിൽ ആരാണ് മയങ്ങാത്തത്? കളിക്കാൻ വന്ന കുട്ടികളും വെള്ളം കൊണ്ടുവന്ന സമറിയക്കാരിയും വിശ്വാസം കൊണ്ടവൻ്റെ വസ്ത്രവിളുമ്പിൽ തൊട്ട രക്തസ്രാവക്കാരിയും സഹോദരൻ്റെ മരണത്തിൽ ദുഃഖിച്ചിരുന്ന മർത്താ മറിയം സഹോദരികളും മഗ്ദലനക്കാരി മറിയവും ചുങ്കം പിരിച്ചു നടന്ന മത്തായിയും എടുത്തുചാട്ടക്കാരൻ പത്രോസും ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസും ധൈര്യശാലിയും പിടിവാശിക്കാരനുമായ തോമസും, അങ്ങനെ അവൻ്റെ നെഞ്ചിൽ ഇടം കണ്ടെത്തിയവർ ഏറെയുണ്ട്. നല്ല കള്ളന് പോലും അവൻ തൻ്റെ നെഞ്ചിൽ ഇടം കൊടുത്തു എന്നത് നമുക്ക് ആശ്വാസത്തിൻ്റെ പുതുലഹരിയാണ്. തെളിഞ്ഞു നിൽക്കുന്ന നിൻ്റെ വിളക്കിൻ്റെ പ്രകാശത്തിൽ നിന്നും അണഞ്ഞുപോയ ചില തിരികൾ തെളിച്ചു നൽകുമ്പോൾ നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല. അത് കിട്ടുന്നവർക്ക് ജീവിതത്തിൻ്റെ പുതുവെളിച്ചമാകാൻ അത്രയും മതിയാവും. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം.